ഞാനൊരു സർക്കിൾ വരച്ചു. ആ സർക്കിളിൽ 2 കോഡ് വരച്ചു, എ ബിയും പി ക്യൂ. ആ 2 കോഡും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു ബിന്ദു, ആ ബിന്ദുവാണ് O. ഓക്കെ, ഇത്രയും പറഞ്ഞ് ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ ഇത് പറഞ്ഞത്? ഇനി ഞാൻ ഈ എയും പിയും തമ്മിൽ ഇങ്ങനെ വരച്ചു, അതേപോലെ ബിയും ക്യൂവും തമ്മിൽ ഇങ്ങനെ മുട്ടിച്ചു. ഇപ്പോ ഈ 2 കോഡുകൾ പരസ്പരം മുറിക്കുകയും അവയുടെ അറ്റങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുകയും ചെയ്തപ്പോൾ ഇവിടെ 2 ത്രികോണങ്ങൾ നമുക്ക് കിട്ടി. ഏതാണ് ആ 2 ത്രികോണങ്ങൾ? പേരൊന്ന് പറയാൻ പറ്റുമോ? ഒന്നാമത്തെ ത്രികോണത്തിന്റെ പേരൊന്ന് പറഞ്ഞു. ത്രികോണം ഏതാ? APO. ഓക്കെ, പിന്നെ ഏതാ? BQ, ട്രയാങ്കിൾ BQ. ഇങ്ങനെ 2 ട്രയാങ്കിൾ കിട്ടുന്നത്. ഈ 2 ട്രയാങ്കിളിനും എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കട്ടെ. ഇപ്പോ എ എന്ന ബിന്ദുവും ക്യൂ എന്ന ബിന്ദുവും അടിസ്ഥാനമാക്കി വരച്ചിരിക്കുന്ന വലിയ ആർക്കാണ് ഈ ആർക്ക്. കാണാണ്ടല്ലോ, എന്റെ കൈ പോണത് കാണാണ്ടല്ലോ, കണ്ടില്ലേ? ഈ ആർക്കില് ഈ കോണിന്റെ അളവ് എക്സ് ആന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഈ കോണിന്റെ അളവ് എന്തായിരിക്കും? സംശയമല്ലോ, എക്സ് ആയിരിക്കും. അതേപോലെ നോക്കുകയാണെങ്കിൽ ഇത് ഐ ആണെങ്കിൽ ഇതും എന്തായിരിക്കും? ഇനി മൂന്നാമത്തെ കോണിന്റെ കാര്യം പറയണ്ട, ഇത് സെഡ് ആണെങ്കിൽ അപ്പൊ ഇതും എന്തായിരിക്കും? അപ്പോ ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിൾസ് വേറൊരു ട്രയാങ്കിളിന്റെ 3 ആംഗിൾസിന് ഈക്വൽ ആയി. ശരിയല്ലേ? അങ്ങനെ ഈക്വൽ ആണ് എങ്കിൽ ഈ 2 ട്രയാങ്കിളും അപ്പോ എന്തായിരിക്കും? ഈ 2 ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഈക്വൽ എന്ന് പറഞ്ഞാൽ മൊത്തം തെറ്റാണ്. ഈക്വൽ എന്നല്ല, നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചുള്ള സാധനം. സിമിലർ എന്നാ പറയാം. ഈക്വൽ ആണോ? ഈക്വൽ ആവണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് അറ്റ്ലീസ്റ്റ് 1 സൈഡ് എങ്കിലും വേണം. ആംഗിൾസ് മാത്രമായാൽ ശരിയാവില്ല, 1 സൈഡ് എങ്കിലും ഈക്വൽ ആവണം. ആംഗിൾസ് മാത്രം ഈക്വൽ ആയാൽ സിമിലർ ആവുന്നു. അപ്പോ ഈ 2 ട്രയാങ്കിളും, അതായത് നമ്മൾ ഇവിടെ നോക്കിയത് പ്രകാരം ഇതിലിപ്പോ ഇനി ഞാൻ വിശദീകരിക്കുന്നില്ല. അതായത് ആംഗിൾ പി ഈക്വൽ ടു ആംഗിൾ ബി, അതേപോലെ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ക്യൂ. ഇതിന് 2 റീസൺ എന്താ? ആംഗിൾ ഇൻ സെയിം ആർക്ക് അല്ലെ? ഒരേ ആർക്കിലെ ആംഗിൾസ് അല്ലേ ഇത് രണ്ടും. അതുകൊണ്ട് ട്രയാങ്കിൾ എ ഒ, ഞാൻ നിങ്ങൾ പറഞ്ഞ ട്രയാങ്കിൾ ഞാൻ ഒന്ന് പേര് ഇങ്ങനെ വെക്കട്ടെ, AOP സിമിലർ ആണ്. സിമിലർ എന്നുള്ളതിന് സൈൻ ഇടാം, അല്ലെങ്കിൽ ഇത് അങ്ങനെ എഴുതാല്ലേ? സിമിലറിന്റെ സൈൻ പഠിച്ചിട്ടുണ്ടോ? അതാ കഴിഞ്ഞാലും പഠിച്ചിട്ടുണ്ടാവും, ഇങ്ങനെ ഒരു സാധനം പഠിച്ചിട്ടുണ്ടാവും. ഞാൻ പഠിച്ചില്ലെങ്കിൽ ഇനിയിപ്പോ പഠിക്കാൻ നിൽക്കുന്നില്ല. ഞാൻ അത് എങ്ങനെ എഴുതി? സിമിലർ ഏതാ ട്രയാങ്കിൾ? പറയൂ, ഏതാ? BOQ. പറയൂ, എക്ക് ഈക്വൽ ഏതാ? BOQ എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. എക്ക് ഈക്വൽ ആയത് ഏടെ നേരെ വരണം? QOB, QOB അങ്ങനെ പറയണം. ഇങ്ങനെ ഇത് 2 സിമിലർ ആണ്, കാരണം 2 angles are equal, അല്ലെങ്കിൽ 3 angles are equal. 2 ആംഗിൾ ഈക്വൽ ആയാൽ ഓട്ടോമാറ്റിക് ആയിട്ട് മൂന്നാമത്തെ ആംഗിൾ ഈക്വൽ ആവും. 2 angles ഈക്വൽ എന്ന് പറഞ്ഞാൽ മതി. 2 angles ഈക്വൽ, അതന്നെ അതിന്റെ കാരണം. അങ്ങനെ ഇത് സിമിലർ ആണ് എങ്കിൽ നമ്മൾ മറ്റൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. എന്താ? AO by QO കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് കേട്ടാ. ഇത് കറക്റ്റ് ആയിട്ട് എഴുതണം എന്ന് പറഞ്ഞതിന് കാരണം കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് എടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് വരണം. AOക്ക് കറസ്പോണ്ടിങ് ആണ് QO, അപ്പൊ അതിന് ഈക്വൽ ആണ് OPക്ക് OP ബൈ ഏതാ? OQ. ശരിയല്ലേ? അതേപോലെ കറസ്പോണ്ടിങ് പിന്നെ വരണത് ഏതാ? AP ബൈ ഏത് വരും? QB. എന്താ? ഇത് മൂന്നും എന്താ? കറസ്പോണ്ടിങ് സൈഡ്സുകൾ തമ്മിലുള്ള പ്രൊപ്പോർഷൻ ആണ്. ഈ കറസ്പോണ്ടിങ് സൈഡ്സ് എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ആയിരിക്കും. സിമിലർ ട്രയാങ്കിളിന്റെ കറസ്പോണ്ടിങ് സൈഡ്സ് എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇനി ഇതില് നമ്മൾ ആദ്യം വരച്ച ചിത്രത്തിലേക്ക് തന്നെ വീണ്ടും പോവാട്ടോ. ആദ്യം വരച്ച ചിത്രത്തിലേക്ക്, ഇതാ ഈ ചിത്രത്തിലെ ഞാൻ ഒന്നും കൂടി വരയ്ക്കണം. ഇവിടെ ആദ്യം വരച്ച ചിത്രം ഏതാ? AB.
അതേപോലെ ഏതാ PQ. ഈ ചിത്രത്തിൽ തന്നെ വരയ്ക്കുമ്പോൾ, അതായത് ഞാൻ ഇത് കൂട്ടിമുട്ടിച്ചത് ഇതിൽ കൂട്ടിമുട്ടിച്ചു, അത് കൂട്ടിമുട്ടിക്കുന്നില്ല, ഇത് ആദ്യത്തെ പോലെ തന്നെ വരയ്ക്കും. ഞാൻ ആദ്യത്തെ പോലെ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇതിൽ വരുന്ന ഭാഗങ്ങൾ, അപ്പൊ അതിൽ നമ്മൾ കാണുന്ന ഭാഗങ്ങൾ ഇതിൽ ഏതൊക്കെയാ? AO by OB. AO by ഏതാ? QO അല്ലേ? AO by ഏതാ? QO, ശരിയല്ലേ? പിന്നെ അതിൽ വരുന്ന ഭാഗം ഏതാ? OP. OP by OB ആണ് അല്ലേ? OP by OB ആണ്. OB തെറ്റി എഴുതില്ല. OB QB ആണ്. OB ശരിയല്ലേ? OB അല്ലേ? AO by QO, OP by ഏതാ? OB, ശരിയാ. AP by QB. അങ്ങനെ എഴുതാലോ. ഇതിൽ വരുന്ന ഭാഗങ്ങൾ മാത്രം ഞാൻ എടുത്തു. ഇനി ശ്രദ്ധിക്കേട്ടാ, ഇത് ഇപ്പോ പ്രൊപ്പോർഷണൽ ആണ്. പ്രൊപ്പോർഷണൽ ആണെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ ക്രോസ് ചെയ്ത് എഴുതാം. പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള സാധനത്തിനെ വേണമെങ്കിൽ നമുക്ക് ക്രോസ് ചെയ്തിട്ട്, ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? നമുക്കിവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്താം. ദാ ഇങ്ങനെ ഇത് ക്രോസ് ചെയ്യുമ്പോ നോക്കൂ, എന്താ വരിക? AO into OB ഈക്വൽ ആണ് OP into QO, ശരിയല്ലേ? അതായത് AO എന്ന് പറഞ്ഞാൽ ദാ ഇവിടെ തൊട്ടിട്ട് ഇവിടം വരെയുള്ള ദൂരം, OB എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അവിടം വരെയുള്ള ദൂരം. ഇപ്പൊ ഞാൻ പറയാനൊരു എളുപ്പത്തിന്, അതായത് ഇവിടുന്ന് അവിടം വരെയുള്ള ദൂരം ഇൻറ്റു ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരം സമമാണ് OP എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരം ഇൻറ്റു OQ, ശരിയല്ലേ? എന്ന് വെച്ചാൽ ഇത് ഞാനൊന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയാൻ വേണ്ടി ഒരു കണക്കിന്റെ രൂപത്തിൽ ഇത് കാണിക്കുന്നുണ്ട് കേട്ടാ. ഇവിടെ ഞാൻ 4 എന്നും ഇവിടെ ഞാൻ 8 എന്നും ഇട്ടു എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ഇവിടെ തിരിച്ചെറിയ സംഖ്യ 6 എന്നിട്ടു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? 8 ആയിരിക്കും. വെരി ഗുഡ്. എങ്ങനെ 8 കിട്ടിയത്? 6 4 24. 6ഉം 4ഉം തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്നത് എന്താണോ അത് തന്നെ 3ഉം ഈ സംഖ്യയും തമ്മിൽ ഗുണിച്ചാൽ കിട്ടണം. അപ്പൊ 4 6 24. 24 കിട്ടാൻ 3ന്റെ കൂടെ എന്ത് ഗുണിക്കണം? ഓക്കെ. അതായത് നമ്മൾ പുതിയൊരു ആശയം നമ്മൾ ഇതിന്ന് പഠിക്കണം. പുതിയൊരു ആശയം, ഒരു പുതിയ റിമെമ്പർ പോലെ നമ്മൾ പഠിക്കുക. എന്ന് വെച്ചാൽ AO into OB സമം OP into OQ. ഞാൻ പറയാനുള്ള ഒരു സൗകര്യത്തിന് O എടുത്തിട്ട് ആദ്യം ഇടുന്നുണ്ട് കേട്ടാ, പറയാനുള്ള സൗകര്യത്തിന്. അപ്പൊ പറയുമ്പോ ഒരു സുഖം ഉണ്ടാവും. OA into OB കണ്ടാ, ഈ നടുക്കുന്ന പിടിച്ചു. OA into OB ഈക്വൽ ടു എന്താ? OP into പറഞ്ഞേ കണ്ടാ, എന്താ അത്? OA into OB സമം OP into OQ. നമ്മള് ഇന്ന് പഠിക്കാൻ പോകുന്ന ഒരു റിമെമ്പർ ആണ്, പറയാൻ പോകുന്ന ഒരു റിമെമ്പർ ആണ്. അപ്പൊ ആ റിമെമ്പർ ഞാനിവിടെ തെളിയിച്ചു. ഞാൻ റിമെമ്പർ എന്താണെന്ന് നമുക്ക് നോക്കാം. റിമെമ്പർ കേട്ടാ, ഞാൻ ഒന്ന് സ്പീഡാക്കുന്നുണ്ട് കേട്ടാ, കുഴപ്പമില്ലല്ലോ. അവസാനിപ്പിക്കണം നമുക്ക്. നമ്മ അധികം നേരം ചിറ്റി കളിച്ച് നിന്നിട്ട് കാര്യമില്ല. നോക്കുക എന്താ പറഞ്ഞത്? ഇഫ് 2 chords of a circle intersect within the circle, then the product of parts of 2 chords are equal. എന്താണ്? If 2 chords of a circle intersect within the circle, കേൾക്കണ്ട? Then the product of the parts of the 2 chords are equal. കണ്ടാ? If 2 chords, ഏതൊക്കെയാ chords? AB യും PQ intersect within the circle. Intersect ചെയ്യുന്ന പോയിന്റ് ഏതാ? O. Then the product of parts ഏതാ?
OA ഇൻറ്റു OB. അതാണ് ഈ പ്രോഡക്റ്റ്, എന്താ ഈ രണ്ട് പാർട്സിന്റെയും പ്രോഡക്റ്റ്. രണ്ട് പാർട്സുകളാണ് ഇപ്പൊ. അതായത് ഈ കോഡ് രണ്ട് പാർട്ടായി, രണ്ട് കഷ്ണമായി ഇപ്പൊ ഈ കോഡ്. ഏതൊക്കെയാ കഷ്ണം? ഒന്ന് OAയും ഒന്ന് OB. പ്രോഡക്റ്റ് ഓഫ് പാർട്സ് എന്ന് പറഞ്ഞാൽ OA ഇൻറ്റു OB ഈക്വൽ ടു ഏതാ മറ്റേ പാർട്സ് ഏതാ? OP ഇൻറ്റു OQ. എന്താ? OP ഇൻറ്റു OQ. മനസ്സിലായ? പറഞ്ഞു മനസ്സിലായ? അയ്യോ അയ്യോ, ബോർഡ് കാണാണ്ട് എത്ര നേരം നിങ്ങൾ കഥ പറഞ്ഞായിരുന്നു? ഇപ്പൊ ഓക്കെ. OA ഇൻറ്റു OB, ഇതാണ് രണ്ട് പാർട്ട്. കണ്ട, പാർട്സ് ഓഫ് AB എന്ന് പറയുന്ന കോഡിനെ നമ്മൾ രണ്ട് പാർട്ടാക്കി, രണ്ട് കഷ്ണാക്കി. അതിന്റെ പ്രോഡക്റ്റ് ഇൻറ്റു PQ എന്ന് പറയുന്നതും രണ്ട് കഷ്ണമായി, അതിന്റെ പ്രോഡക്റ്റ് OP ഇൻറ്റു OQ. അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്പർ ഇട്ടിട്ട്, ഇന്നത്തെ റിമെമ്പർ നമ്മൾ എഴുതാം. നമ്പർ ഇട്ടിട്ട് കേട്ടോ, എഴുതിക്കോളൂ. നമ്പർ ഇട്ടിട്ട് ആ റിമെമ്പർ എഴുതാം. ഓക്കെ, എന്നിട്ട് ഈ പ്രൂഫ് അതിന്റെ അടിയിൽ എഴുതാം കേട്ടോ. അപ്പൊ പ്രൂഫ് എഴുതണം, അല്ലെങ്കിൽ നേരിട്ട് OA ഇൻറ്റു OB സമം OP ഇൻറ്റു OQ എന്ന് എഴുതിയാൽ മതിയാ. എഴുതിക്കോ, വേഗം എഴുതിക്കോ, ആലോചിച്ച് കണ്ട. ആ റിമെമ്പർ എഴുതും. അതായത് ഇവിടെ സർക്കിൾ വരച്ചു, AB വരച്ചു, PQ വരച്ചു, രണ്ട് നീട്ടി വരച്ചപ്പോൾ സർക്കിളിന്റെ പുറത്ത് O എന്ന് പറയുന്ന ബിന്ദുവിന് കൂട്ടിമുട്ടി. ഇനി ഞാൻ Aയും Qവും ഞാൻ കണക്ട് ചെയ്തപ്പോ നോക്കൂ, ഒരു ട്രയാങ്കിൾ ഇവിടെ സെറ്റായി. ഏതാ? AQO. കണ്ടാ, ഒരു ട്രയാങ്കിൾ സെറ്റായില്ലേ? കണ്ടാ, ഇതേപോലെ Pയും Qവും തമ്മിൽ വരച്ചാൽ ഇപ്പൊ വേറൊരു ട്രയാങ്കിൾ സെറ്റ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ, ശരിയല്ലേ? അതായത് ഒരു ട്രയാങ്കിളിന്റെ പേര് AQO, മറ്റേ ട്രയാങ്കിളിന്റെ പേര് PBO അല്ലേ? ഈ രണ്ട് ട്രയാങ്കിളിൽ നോക്കിയേ, ഈ രണ്ട് ആംഗിൾ ഈക്വൽ അല്ലേ? നേരത്തെ പോലെ ഇത് X ആണെങ്കിൽ ഇത് X അല്ലേ? ഇനി ഈ രണ്ട് ട്രയാങ്കിളിലും കോമൺ അല്ലേ ഈ ആംഗിള്? അതായത് ആംഗിൾ P ഈക്വൽ ടു ആംഗിൾ A, അതുപോലെ ആംഗിൾ O ഈക്വൽ ടു ആംഗിൾ O. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ AQO സിമിലർ, മലയാളികള് സാദൃശ്യം എന്ന് എഴുതാം. ഏതാ? ട്രയാങ്കിൾ AQOക്ക് സിമിലർ ആണ് ട്രയാങ്കിൾ PBO. ശരിയല്ലേ? ട്രയാങ്കിൾ AQOക്ക് സിമിലർ ആണ് ട്രയാങ്കിൾ PBO. ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണ് എങ്കിൽ നേരത്തെ അതേ റീസൺസ് ഒക്കെ തന്നെ, ഞാൻ അത് എഴുതുന്നില്ല. അപ്പൊ അങ്ങനെ എഴുതുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ഇങ്ങനെ എഴുതാലോ, AQ ബൈ PB ഈക്വൽ ടു QO ബൈ AQ ബൈ PB ഈക്വൽ ടു ഏതാ? QO ബൈ BO ഈക്വൽ ടു AO ബൈ PO. ശരിയല്ലേ? ഇനി നേരത്തെ പോലെ ഞാൻ ഈ ട്രയാങ്കിൾ ആക്കിയിട്ടുള്ള ഈ സൈഡ് ഞാൻ മാച്ചു, സർക്കിൾ ഒന്നും കൂടി വരച്ചു. ഇങ്ങനെ ഇത്രയല്ലേ? ഞാൻ ട്രയാങ്കിൾ ആക്കിയില്ല, പഴയ പോലെ ആക്കി. ഇനി ഇതൊരു ഇതിലത്തെ ഭാഗങ്ങൾ മാത്രം എടുത്ത് നോക്കിയേ. AQ ഉണ്ടാ? ഇല്ല. AQ PB ഇല്ലല്ലോ അതില്, ഇല്ല. ഉള്ളത് നമ്മൾ നോക്കുമ്പോ ഏതാ വരുന്നത്? OQ ബൈ BO ഈക്വൽ ടു AO ബൈ PO. ശരിയല്ലേ? ക്രോസ് ചെയ്താ AO ഇൻറ്റു BO ഈക്വൽ ടു PO ഇൻറ്റു OQ. ശരിയല്ലേ? വീണ്ടും O, രണ്ടാമത്തിലും O ഉണ്ട്, അതുകൊണ്ട് O ആദ്യം വെച്ച് എഴുതിയാൽ OA ഇൻറ്റു OB ഈക്വൽ ടു OP ഇൻറ്റു OQ. നേരത്തെ അതേ സംഭവം തന്നെയല്ലേ കിട്ടിയത്? പക്ഷെ ഇവിടെ ഇപ്രാവശ്യം നമുക്ക് ഇത് കൂട്ടിമുട്ടുന്നത് എവിടെയാ? സർക്കിളിന്റെ പുറത്താണ്. അപ്പൊ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാട്ടാ, പക്ഷെ
ഇത് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒന്നാണ്. അതുകൊണ്ട് ഞാനത് ചെയ്തു എന്ന് മാത്രം. ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല. പക്ഷെ പുറത്ത് കൂട്ടിമുട്ടിയാലും ഇത് ചെയ്യാം നമുക്ക് കേട്ടാ. അതില് തെളിയിക്കാൻ പറഞ്ഞ് തന്നിട്ടുണ്ട് ഈ കണക്ക് കേട്ടോ. 64ാമത്തെ പേജിൽ തന്നിട്ടുണ്ട് ഈ കണക്ക് തെളിയിക്കാൻ പറഞ്ഞിട്ട് കേട്ടാ. അപ്പൊ ഞാനത് മുന്നേ ചെയ്തു എന്നുള്ള 64ാമത്തെ പേജിലുണ്ട് ഈ കണക്ക്. 64ാമത്തെ പേജ് ഒന്ന് എടുത്ത് നോക്കി, അതായത് 67 ലാസ്റ്റ് പേജ് എടുത്ത് കഴിഞ്ഞാൽ കാണാം കണ്ടാ. അതിൽ PQ എന്നല്ല കൊടുത്തുള്ളത്, AB അതുപോലെ CD അങ്ങനെയൊക്കെയാണ് കൊടുത്തുള്ളത്. മനസ്സിലായ? ഓ ശരി, നമ്മൾ കൊടുത്തല് ഒരു ചെറിയൊരു കുഴപ്പമില്ല, നമുക്ക് റിമെമ്പർ ഒന്നുകൂടി എഴുതാം. റിമെമ്പർ ഒന്നുകൂടി എഴുതാം, അതായത് ആ ചിത്രം വരച്ചിട്ട്. അപ്പോ നോക്കുക, ഇവിടെ അടുത്ത റിമെമ്പർ നമ്മൾ എഴുതുമ്പോ എന്തെന്ന് എഴുതും? നേരത്തെ എഴുതിയ അതേ വാചകം തന്നെ, പക്ഷെ വാചകത്തിൽ ചെറിയൊരു മാറ്റം. എന്താ മാറ്റം? നേരത്തെ എഴുതിയത് എന്താ? ഇഫ് ടു കോഡ്സ് ഓഫ് എ സർക്കിൾ ഇന്റർസെക്ട് വിത്തിൻ ദ സർക്കിൾ എന്ന് പറയുന്നതിന് പകരം ഇഫ് ടു കോഡ്സ് മീറ്റ് എന്ന് എഴുതണം. ഇന്റർസെക്ട് അല്ല, മീറ്റ്. മീറ്റ് ഔട്ട്സൈഡ് ഓഫ് എ സർക്കിൾ. ഇഫ് ടു കോഡ്സ് മീറ്റ് ഔട്ട്സൈഡ് ഓഫ് എ സർക്കിൾ, then the product of എന്താ പറയാ നമ്മള്? പ്രോഡക്റ്റ് ഓഫ് പാർട്ട് ഓഫ് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഈ റിമെമ്പർ തൽക്കാലം ഇതിന് എഴുതണ്ട. പൊതുവായിട്ട് ഞാൻ ചിത്രം വരച്ചിട്ട് 2 റിമെമ്പറുകൾ ഞാൻ ഒരുമിച്ചാക്കി തരാം. അപ്പൊ ഒരു കാര്യം ചെയ്യൂ, ഇത് മനസ്സിലായല്ലോ നിങ്ങക്ക്? അപ്പൊ നമ്മൾ റിമെമ്പർ വാചകത്തിൽ എഴുതുന്നില്ല. ഞാൻ മാറ്റി എഴുതി തരാം. നേരത്തെ എഴുതിയതും ഇതും കൂടി ഒരുമിച്ച് എഴുതി തരാം. അതായത് നോക്കാട്ടാ, ഇത് മാറ്റിയാണ് ഞാൻ. റിമെമ്പർ വാചകത്തിൽ നിങ്ങൾ പഠിക്കണ്ട, പകരം ഒരു ചിത്രം വരച്ചിട്ട് ഈ കാര്യം ഓർത്തു വെക്കുക. 2 ചിത്രം വരച്ചിട്ട്. ഒന്നാമത്തെ ചിത്രം ഏതാ? AB CD ഇങ്ങനെ കൊടുക്കും. നേരത്തെ ഞാൻ PQ എന്നാ കൊടുത്തത് കേട്ടാ, CD ആക്കി അതിന്. എന്നിട്ട് ഈ കൂട്ടിമുട്ടുന്ന ബിന്ദു P എന്ന് കൊടുത്തു. രണ്ടാമത്തെ ചിത്രം എന്താ? ഇത് AB, ഇത് CD, കൂട്ടിമുട്ടുന്ന ബിന്ദു P ആക്കി. ഈ 2 ചിത്രത്തിലും കോമൺ ആയിട്ട്, അതായത് ഞാനിവിടെ എഴുതാം, മലയാളത്തിൽ എഴുതുന്നുണ്ട്, ഈ 2 ചിത്രത്തിലും in both of these picture എന്തുട്ടാ? PA into PB equal to PC into PD. ഇത് കാണാതെ പഠിച്ചു വെക്കുക കേട്ടാ. ഇത് ആണ് നിങ്ങൾ പഠിക്കേണ്ട റിമെമ്പർ. ഈ ചിത്രം ഓർത്തു വെക്കുക, മറ്റേ വാചകം പഠിക്കണ്ട കേട്ടാ. ഓർത്തു വെച്ചൂടെ ഇത്? ഞാൻ നേരത്തെ OA into OB സമ OC into OD എന്നതാ, അത് വേണ്ട. P വെച്ചിട്ടാണ് സാധാരണ ഇത് പറയാറുള്ളത് കേട്ടാ. ഈ ചിത്രം ഈ സ്കൂളിൽ എടുക്കുമ്പോഴും, സ്കൂളിൽ എടുത്തിട്ടുണ്ട് അത്. 2ാം പാഠം എടുത്തിട്ടുണ്ടാവുമല്ലോ. 2ാം പാഠം എടുക്കുമ്പോൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ടാവുക P വെച്ചിട്ടാ പറഞ്ഞിട്ടുണ്ടാവുക. P വെച്ചിട്ടാ പറയാറ് കൂട്ടിമുട്ടുന്ന ബിന്ദു. ഞാനിവിടെ പെട്ടെന്ന് ടെക്സ്റ്റ് ബുക്കിൽ O എന്ന് പറഞ്ഞിട്ട് ചിത്രം എടുത്തത് നേരത്തെ. ആ കൺഫ്യൂഷൻ ഇല്ലല്ലോ. O മാറ്റിയിട്ട് P ആക്കി, എന്നിട്ട് AB എന്നും CD എന്നും ആക്കി. കൺഫ്യൂഷൻ ഇല്ലല്ലോ. അപ്പൊ അതൊന്ന് വരച്ചിട്ടു കേട്ടാ. അപ്പൊ ഈ റിമെമ്പർ ആണ് മെയിൻ. നേരത്തെ റിമെമ്പർ അപ്പോ എഴുതിയിട്ടോ, പക്ഷെ അത് പഠിക്കണ്ട, ഇത് ഫോക്കസ് ചെയ്യാം കേട്ടാ. ഈ ചിത്രം വരച്ചിട്ട് ഇത് എഴുതാൻ പഠിക്കുക. അതിങ്ങനെ കുറച്ച് എഴുതി പഠിക്കുക, മറക്കാതിരിക്കുക കേട്ടാ. ഇത് ആവശ്യമില്ല നമുക്ക്. ചിത്രത്തിലേക്ക് പോവാണ് നമ്മൾ കേട്ടാ. പ്രധാനപ്പെട്ട ഒരു ചിത്രമാണ് നമ്മൾ ഇനി വരയ്ക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, നമുക്ക് വലിയ മാർക്കിന് 5 മാർക്കിന് വരുന്ന ഒരു ചിത്രമാണ് നമ്മൾ ഇനി പറയാം. നമ്മളിപ്പോ ഈ വരച്ച 2 ചിത്രങ്ങളിൽ ആദ്യത്തെ ചിത്രം ഏതാ? ഈ ചിത്രം. ഈ ചിത്രം ഉപയോഗിച്ചിട്ട്, അതായത് ഈ നിയമം ഉപയോഗിച്ചിട്ട് ഒരു ചതുരം, അതായത് നമ്മൾക്ക് ഇഷ്ടമുള്ള അളവിൽ 2 എന്താ പറയാ
ചതുർഭുജങ്ങൾ, അതായത് ഒരു ചതുരവും ഒരു സമചതുരവും നമുക്ക് ഒരേ പരപ്പളവിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. അതാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. അല്ലെങ്കിൽ ഒരു ചതുരത്തിന്റെ അതേ പരപ്പളവിൽ മറ്റൊരു ചതുരം നമുക്ക് നിർമ്മിക്കാൻ പറ്റും. ഒരു ചതുരത്തിന്റെ അതേ പരപ്പളവിൽ മറ്റൊരു ചതുരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിർമ്മിക്കാൻ പറ്റും. ശ്രദ്ധിക്കുക. ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനിപ്പോ ഈ സാധനം എത്ര എടുത്തു? നേരത്തെ 4ഉം ഇതെത്രയാ? 6ഉം എടുത്തു. ഓക്കെ. അപ്പൊ 4 × 6 എത്രയാണോ അത് തന്നെയാണല്ലോ ഇവിടെയും വരേണ്ടത്. അപ്പൊ ഇത് എത്ര? ഇത് 3ഉം ഇതെത്രയാ? 8ഉമാണ്. ഇനി ശ്രദ്ധിക്കുക, ഈ 4ഉം 6ഉം വശങ്ങളായിട്ട് ഞാൻ ഒരു ചതുരം വരച്ചു. 4ഉം 6ഉം, അതായത് ഇത് 4ഉം ഇത് 6ഉം. ഇനി 3ഉം 8ഉം, 8, 3 ഒരു ചതുരം വരച്ചു. ഈ രണ്ട് ചതുരങ്ങളും, അതായത് എന്താ പറയാ, റെക്ടാങ്കിൾസും കാണുമ്പോ വലുപ്പത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും ഈ രണ്ട് റെക്ടാങ്കിൾസിന്റെയും ഏരിയകൾ സെയിമാണ്. സംശയമില്ലല്ലോ. അതായത് ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 4, 6, 24 അല്ലേ? ഇതിന്റെ ഏരിയ 3 × 8 എത്ര? 24. ശരിയാണല്ലോ. സംശയം ഉണ്ട് ആർക്കെങ്കിലും? ഇനി ഇതെന്താ സംഭവം എന്ന് കാണിക്കണ. ഇതെന്താ സംഭവം ചോദിച്ചാൽ ഇത് കണ്ട, കണ്ട 24 ചതുരങ്ങളാണ് ഇതെങ്കിൽ ഇതും എത്രയാ? 24 ചതുരങ്ങൾ അല്ലേ? കണ്ട, 1, 2, 3 ഇങ്ങനെ എണ്ണുമ്പോ 8 എണ്ണം, 8, 8, 24 എണ്ണം. കണ്ടാ, ഇത് 4 എണ്ണം, 6 എണ്ണം വീതം 4 എണ്ണം, അപ്പൊ 24 എണ്ണം. ശരിയല്ലേ? ഏരിയ എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇത് വരച്ചത് കേട്ടാ. എന്താണ് ഏരിയ എന്ന്. ഇനി ഞാൻ പറയുന്നത്, ഈ വൃത്തം, അതായത് നമുക്ക് ഈ രണ്ട് ചതുരങ്ങൾ ഇങ്ങനെ സെപ്പറേറ്റ് ഞാൻ വരച്ച ഒരേ പരപ്പളവുള്ളത്, ഒരേ പരപ്പളവുള്ള ഈ രണ്ട് ചതുരങ്ങൾ, അത് ഞാൻ ഈ ചിത്രത്തിൽ, ഈ വൃത്തത്തില് ഞാൻ ആ സാധനം ഒന്ന് വരച്ച് കാണിക്കാൻ പോവാ നിങ്ങൾക്ക്. നോക്കൂട്ടാ, ആ വൃത്തത്തില്. എന്നിട്ട് നമുക്ക് ശരിക്കും കണക്കിലേക്ക് കടക്കാം. അതായത് നോക്കുക, വൃത്തം ഞാൻ ഒന്നും കൂടി വരച്ചു. അല്ലെങ്കിൽ ഇതിൽ തന്നെ കാണിക്കാം, ഇതിൽ തന്നെ കാണിക്കാം. നോക്കൂ, ഈ 4 എന്ന് പറയുന്നതിന് നോക്കട്ടാ, ഈ 4 എന്ന് പറയുന്നതിന്റെ, അല്ലെങ്കിൽ 6 എന്ന് പറയുന്നതിന്റെ, ഇപ്പൊ 6 ചെറുതും 4 വലുതുമായി. ഞാൻ അത് ഒരു കാര്യം ചെയ്യാം, ഇത് 6ഉം അത് 4ഉം ആക്കാം അല്ലെ? കുഴപ്പമില്ലല്ലോ. ഇല്ല. ഇനി നോക്കൂ, ഈ 4 എന്ന് പറയുന്നത് കറക്റ്റ് ഇവിടുന്ന് മട്ടമായിട്ട് ഇങ്ങനെ വരയ്ക്കാം. ഈ 4 അതേ നീളം തന്നെ ഇങ്ങനെയും വരയ്ക്കാം. എന്നിട്ട് ഇങ്ങനെ യോജിപ്പിച്ചാൽ ഈ ചതുരായി. ശരിയല്ലേ? ശരിയല്ലേ? അതേപോലെ ഈ 3 കറക്റ്റ് മട്ടമായിട്ട് ഇതാ ഇങ്ങനെ യോജിപ്പിച്ചാൽ, അവരിവിടുന്ന് ഇങ്ങനെ യോജിപ്പിച്ചാൽ, അപ്പൊ അത് ഈ ചതുരായി. ശരിയല്ലേ? ഇനി അപ്പൊ ഇത് ഈ 4 ഞാൻ ഇങ്ങോട്ട് എടുത്തു. അപ്പൊ ഈ 4 എന്ന് പറയുന്നത് ഞാനിപ്പോ ഇവിടെ അളവ് വെച്ചിട്ട് വരയ്ക്കാം, സ്കെയിൽ വെച്ചിട്ട് വരച്ചിട്ടാണ് ഇപ്പൊ ഈ 3 ഈ 4 എടുത്തുള്ളത്. ഈ 4 ഇങ്ങോട്ട് എടുത്തുള്ളത്. ഇതിങ്ങനെ സ്കെയിൽ വെച്ചെടുക്കുന്നതിന് പകരം ഒരു കോമ്പസിന്റെ മുന ഇവിടെ കുത്തിയിട്ട് ആ കോമ്പസ് കൊണ്ട് ഇതിൽ പിടിച്ചിട്ട് ഇങ്ങനെ ശാപം വരച്ചാൽ കറക്റ്റ് ഇങ്ങനെ കിട്ടില്ലേ? അതായത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അകലം തന്നെയല്ലേ ഇവിടുന്ന് ഇങ്ങോട്ടും വേണ്ടത്. കേൾക്കണ്ട? ഞാനിപ്പോ ഈ 4 വരച്ചത് എങ്ങനെയാ? മട്ടം വരച്ചത് എങ്ങനെ? പ്രൊട്രാക്ടർ ഇങ്ങനെ വെച്ച് സ്കെയിൽ വെച്ചിട്ടാണ് ഈ 4 എടുത്തത്. സ്കെയിൽ വെക്കാതെ ഈ 4 വരയ്ക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. പറ്റും. എങ്ങനെയാ? കോമ്പസിൽ ഈ ദൂരം, ഇത് 4 ആണല്ലോ, ഈ ദൂരം കോമ്പസിൽ എടുത്തിട്ട് അത് ഇവിടെ വെച്ചാ പോരെ? അങ്ങനെ കോമ്പസ് വെച്ചിട്ട് ഏത് അളവ് വേണമെങ്കിലും നമുക്ക് കോമ്പസ് വെച്ചെടുക്കാം.
സ്കെയിലിംഗ് കാട്ടി കൂടുതൽ കൃത്യമായിട്ടുള്ള അളവ് കിട്ടും. അപ്പൊ കോമ്പസ് വെച്ചിട്ട് ഇതാ ഈ ദൂരം ഇങ്ങനെ എടുത്തൂടെ. അതേപോലെ ഇതാ ഇത് 3 ആണ്, ഇത് 3 ആണ്. ഈ 3 എങ്ങനെ നമുക്ക് കോമ്പസ് വെച്ചെടുക്കാം? ഇതാ ഈ 3 എടുത്ത കോമ്പസ് വെച്ചിട്ട് അത് എടുക്കാം, എടുത്തൂടെ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതാട്ടാ ഇവിടെ ഒരു ചതുരം തന്നു. ഇനി ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചു കേൾക്കാം. ഒരു ചതുരം തന്നു, ഒരു ചതുരം തന്നു. ഈ ചതുരത്തിന്റെ അതേ പരപ്പളവുള്ള മറ്റൊരു ചതുരം ഞാൻ നിർമ്മിക്കാൻ പോവാണ് ഇവിടെ. കേൾക്കണ്ട? ഈ ചതുരത്തിന്റെ അതേ പരപ്പളവുള്ള, സപ്പോസ് ഈ ചതുരത്തിന്റെ ഒരു വശം 6ഉം മറ്റേ വശം എത്രയാ 3ഉമാണെന്ന് വിചാരിക്കാം. അപ്പൊ ഇതിന്റെ ഏരിയ എത്രയാ? 18. അപ്പൊ ഏരിയ 18 വരുന്ന മറ്റൊരു ചതുരം വരയ്ക്കണം. ആ ചതുരത്തിന്റെ ഒരു വശം 5 ആവണം. ആ ചതുരത്തിന്റെ ഒരു വശം എത്രയാവണം? 5 ആവണം. അപ്പൊ മറ്റേ വശം എത്രയായിരിക്കും? മറ്റേ വശം നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം പോയിന്റ് ഒക്കെ വരില്ലേ? സ്കെയിൽ എടുക്കാൻ പറ്റുമോ? സ്കെയിൽ എടുക്കാൻ പറ്റുമോ? സ്കെയിൽ എടുക്കാന്ന് പറഞ്ഞാൽ 3.6 വരിക ശരിക്ക് ആ ചതുരത്തിന്റെ വശം. അത് സ്കെയിലിൽ നമ്മൾ മില്ലിമീറ്റർ ഒക്കെ എടുത്ത് നോക്കേണ്ടി വരും. അപ്പൊ അത് കൃത്യമായിട്ട് കിട്ടുമോ? ഇല്ല. കേൾക്കണ്ട? അപ്പൊ നമ്മൾ അത് എങ്ങനെ വരയ്ക്കും? ഇതേ പരപ്പളവുകൾ വരയ്ക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ വരയ്ക്കുന്നത് ശ്രദ്ധിക്കുക. ഈ 3നെ അങ്ങോട്ട് നീർത്തി ഞാൻ. ഈ 3നെ എന്ത് ചെയ്തു? കേൾക്കണ്ട? ഈ 3 തന്നെ ഞാൻ ഇങ്ങോട്ട് നിർത്തി. അപ്പൊ ഇത് 6, ഇത് 3. ഓക്കെ, ശരിയല്ലേ? കേൾക്കണ്ട? ഈ 3നെ നിർത്തിയിട്ട് ശ്രദ്ധിക്കുക. ഈ ഭാഗവും ഈ ഭാഗവും ഉൾപ്പെടുന്ന വിധത്തിൽ ഒരു വൃത്തം, അല്ലെങ്കിൽ അതാ ഈ 3നെ ഞാൻ നിർത്തി. ആദ്യം ഈ 3നെ ഞാൻ നിർത്തി. ഓക്കെ, 3നെ ഞാൻ സ്ട്രെയിറ്റ് ലൈൻ ആക്കി. ഇങ്ങോട്ട് ഒടിഞ്ഞത് അങ്ങോട്ട് നേരെയാക്കി. മനസ്സിലായല്ലോ? അത് ഞാൻ റെഡിങ് കൊണ്ട് വരയ്ക്കാം അല്ലെ? അത് ഞാൻ ചെയ്യണത് മുഴുവനും മനസ്സിലാവും. ഇതാ ഈ 3നെ ഞാൻ നിർത്തി. കണ്ടാ? ഇതേ നീളം തന്നെ കറക്റ്റ് ഇങ്ങോട്ട് നിർത്തി. കണ്ടാ? ഇത് 3 ആണ്. ഓക്കെ, മനസ്സിലായ? കാണാണ്ട? ഇതേട്ടാ ഇത് 3. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വര, ഇത് കറക്റ്റ് ഇതാണല്ലോ, സ്ക്വയർ ആണല്ലോ. ഈ വരയെന്ന് ഞാനൊരു നീളത്തിലൊരു വര, ഇവിടെ സ്കെയിൽ വെച്ച് കറക്റ്റ് നീളത്തിലൊരു വര വരച്ചു. ഈ വര എത്രയാ? ഇത് 5 ആണ് കേട്ടാ. 5 എടുക്കാൻ എന്താ കാരണം എന്ന് മനസ്സിലായ? എന്താ കാരണം? ഒരു സൈഡ് 5 ആവണം. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റും ഈ പോയിന്റും ഈ പോയിന്റും വരുന്ന വിധത്തിൽ ഒരു സർക്കിൾ വരയ്ക്കണം. ഈ 3 പോയിന്റും ലൂടെയും കടന്നു പോകുന്ന വിധത്തിൽ എന്ത് വരയ്ക്കണം? സർക്കിൾ വരയ്ക്കണം. അപ്പൊ ഈ 3 പോയിന്റ് എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ ഈ പോയിന്റ് ഒന്ന് നമ്മൾ ബന്ധിപ്പിച്ചാൽ, ഇങ്ങനെ കുത്തിട്ട് ഞാൻ ബന്ധിപ്പിച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോ ഒരു ട്രയാങ്കിൾ അല്ല. ഇത് ട്രയാങ്കിളിന്റെ 3 മൂലകൾ കടന്നു പോകുന്ന വിധത്തിൽ സർക്കിൾ വരയ്ക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് 9ാം ക്ലാസ്സിൽ. ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഡ് എടുത്താൽ മതി. ഏതെങ്കിലും 2 സൈഡിന്റെ, ഇതിന്റെ 2ന്റെ എടുക്കാം നമുക്ക്. ഇതിന്റെ 2ന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എങ്ങനെ എടുക്കുക? കോമ്പസിന്റെ മുന അവിടെ വയ്ക്കുന്നു, ചാപ് എങ്ങനെ വരയ്ക്കുന്നു, മറിച്ച് അവിടെ മുന വയ്ക്കുന്നു, ഒരു ചാപ് എങ്ങനെ വരയ്ക്കുന്നു. ഇനി വീണ്ടും കോമ്പസിന്റെ മുന അവിടെ വയ്ക്കുന്നു, ഇത്തിരി കോമ്പസ് അകത്തിയിട്ട്, ഇതിന്റെ അകത്ത് വരാത്ത വിധത്തിലാണ് ഞാൻ വരയ്ക്കുന്നത് കേട്ടോ. പുറത്തേക്ക് നീട്ടിയിട്ട് ചാപറിനെ അവിടെ വരയ്ക്കുന്നു, കോമ്പസിന്റെ മുന അവിടെ വയ്ക്കുന്നു, വീണ്ടും ചാപ് എങ്ങനെ വരയ്ക്കും. എന്നിട്ട് ഇതെന്ത് ചെയ്യുന്നു? ഇങ്ങനെ യോജിപ്പിക്കുന്നു. കണ്ട? അപ്പൊ ഇതാണ് കണ്ട പെർപെൻഡിക്കുലർ ബൈസെക്ടർ. കണ്ട? ഓക്കെ. ഇനി ഈ വരയുടെ ഇതേപോലെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അപ്പൊ ആദ്യം ഈ സൈഡിലത്തെ പോയിന്റ് ആണ് വിളിക്കുന്നത്. കോമ്പസിന്റെ മുന അവിടെ വയ്ക്കുന്നു, ഇങ്ങനെ വരയ്ക്കുന്നു. പിന്നെ അതേ അളവിൽ തന്നെ കോമ്പസിന്റെ മുന അവിടെ വയ്ക്കുന്നു, ഇങ്ങനെ വരയ്ക്കുന്നു. ഓക്കെ, അവിടുത്തെ പോയിന്റ് കിട്ടി.
ഈ വരയുടെ ഇപ്പുറത്തെ പോയിന്റ് കിട്ടുമ്പോൾ ഞാൻ ഇതിന്റെ ഇടയിൽ വരാതിരിക്കാൻ വേണ്ടി കോമ്പസ് നന്നായി അകത്തിയിട്ട. എന്നിട്ട് ഞാൻ അതാ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. കണ്ടാ, ഇങ്ങനെ ഒരു വര ഇവിടെ കോമ്പസിന്റെ മുന വെച്ചിട്ട്, പിന്നെ ഇവിടെ വെച്ചിട്ട് ഇതാ ഇങ്ങനെ വരച്ചു. കണ്ടാ, ഇനി എന്ത് ചെയ്യുന്നു, ഇത് കൂട്ടിമുട്ടിക്കുന്നു. കണ്ടാ, ഇപ്പൊ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അപ്പൊ ഞാൻ ഇതും എത്തുമ്പോ ഇവിടെ ഇങ്ങനെ കണ്ട, ഇത് കറക്റ്റ് ആക്കി. കണ്ട, ഇവിടെ ഇനി വീണ്ടും കോമ്പസിന്റെ മുന വെച്ചിട്ട് ഇതിലേക്ക് അല്ലെങ്കിൽ ഇതിലേക്ക് ഏതെങ്കിലും ഒന്നിലേക്ക് കോമ്പസ് വലിച്ചിട്ട് ഇങ്ങനെയുണ്ട് വട്ടം വരച്ചാൽ കൃത്യമായിട്ട് ആ 3 എണ്ണത്തിലൂടെ അതെന്ത് ചെയ്യും, കടന്നു പോകും. ശരിയല്ലേ? 9ാം ക്ലാസ്സിൽ നമ്മൾ വരച്ചു പിടിച്ചുള്ളതാണ്. ഉണ്ടോ? പറഞ്ഞു മനസ്സിലായ? 3 എണ്ണത്തിലൂടെ അതെന്ത് ചെയ്യും, ഇങ്ങനെ കടന്നു പോകും. അത് കടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോ ഇത് പി ആണെങ്കിൽ, ഇത് എ ആണെങ്കിൽ, ഇത് ബി ആണെങ്കിൽ, പി എ ഇൻറ്റു പി ബി സമം പി സി. ഇത് സി ആണെങ്കിൽ അപ്പൊ ഡി എവിടെ വരിക? ഡി എവിടെ വരിക? പി എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു ഇനി ഡി. ഡി കിട്ടാൻ എന്ത് ചെയ്യണം? ഈ വര കുറച്ചും കൂടി ഇങ്ങോട്ട് നീട്ടി വരയ്ക്കണം. എവിടം വരെ വരയ്ക്കണം? ഈ വൃത്തത്തിൽ മുട്ടണ വര വരയ്ക്കണം. വരണ്ടേ? അപ്പൊ ഇതല്ലേ ഡി, ശരിയല്ലേ? ഇനി ഈ വര, അപ്പൊ ഈ വര നമുക്ക് സ്കെയിൽ വെച്ച് അളന്നാൽ നമുക്ക് പോയിന്റ് ഒക്കെ ഉള്ളതാവും കിട്ടുക. ഒന്നും ചെയ്യേണ്ട, നേരെ കോമ്പസിൽ ഈ വര അളക്കുക. അളന്നിട്ട് ഒന്നുകിൽ അത് ഇതാ ഇവിടെ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ആകുമ്പോൾ പുറത്തേക്ക് നിൽക്കും. ഇവിടെ കട്ട് ചെയ്തു. ഞാൻ ഇവിടേക്ക് കട്ട് ചെയ്തിട്ട് ഇതാ ഈ നീളം തന്നെ സെറ്റ് സ്ക്വയർ ഒക്കെ വെച്ചിട്ട് പ്രൊട്രാക്ടർ ഒക്കെ വെച്ചിട്ട് ഇതാ ഇങ്ങനെ വരച്ചു. കണ്ട, ഇങ്ങനെ വരച്ചാൽ അപ്പൊ ഇത് 5ഉം കണ്ട, ഈ ഭാഗം കണ്ട, ഇതെന്തായിരിക്കും? ഈ ചതുരത്തിന്റെ അതേ ഏരിയ ആയിരിക്കും. മനസ്സിലായോ? പറഞ്ഞു മനസ്സിലായ? വരച്ചു നോക്കാം നമുക്ക്. സ്കൂളില് ചെയ്തിണ്ടാവും. ഇത് സ്കൂളിൽ ചെയ്തിണ്ടാ? ഇത് എത്തിയിട്ടില്ലേ? 2ാം പാഠം എത്തിയിട്ടില്ലേ നിങ്ങക്ക്? അതല്ലോ, എത്രാം പാടായി അപ്പൊ നിങ്ങക്ക് സ്കൂളില്? അപ്പൊ 3, 4 എടുക്കണില്ലേ ഇനിയും? നമുക്ക് നേരം ഉണ്ടാവില്ല കേട്ടോ. ലാസ്റ്റ് എത്തുമ്പോ, സംഗതി അവസാനം എത്തുമ്പോ ചിലപ്പോ ഡിസ്കൗണ്ട് ഒക്കെ കിട്ടുമെന്ന്. പക്ഷെ നമുക്കത് പ്രതീക്ഷിക്കാൻ പറ്റില്ല. നമ്മളെല്ലാതും എടുത്ത് പോണം. എന്നാ എന്നാ കുഴപ്പമില്ല. നമുക്കിത് ചെയ്ത് പഠിക്കാം. ഒരു പ്രധാനപ്പെട്ട ചിത്രമാണിത് കേട്ടാ. അപ്പൊ നമുക്ക് ഒരുമിച്ച് വരയ്ക്കല്ലേ ഇത്? ചില ആൾക്കാർക്ക് മനസ്സിലായി ഉണ്ടാവില്ല. ഒരുമിച്ച് വരയ്ക്കല്ലേ കേട്ടാ? എഴുതിക്കോളൂ. ഞാൻ ചോദ്യം ആദ്യം പറയാം, എന്നിട്ട് ഒരുമിച്ച് വരയ്ക്കാം കേട്ടോ. എഴുതിക്കോളൂ. വശങ്ങൾ 6ഉം 3ഉം സെന്റിമീറ്റർ വീതമായ, വശങ്ങൾ 6ഉം 3ഉം സെന്റിമീറ്റർ വീതമായ ഒരു ചതുരം നിർമ്മിച്ച്, മലയാളം മീഡിയംകാരെ എഴുതുന്നില്ലേ? കേൾക്കണില്ലേ? ഗോപിക കേൾക്കണില്ലേ മോളെ? വശങ്ങൾ 6ഉം 3ഉം സെന്റിമീറ്റർ വീതമായ ചതുരം നിർമ്മിച്ച് അതേ പരപ്പളവിൽ, മീഡിയം ഇംഗ്ലീഷുകാർക്ക് ഒപ്പം പറയട്ടെ, അല്ലെങ്കിൽ മീഡിയം ഇംഗ്ലീഷുകാർക്ക് ഞാൻ അവിടെ എഴുതാം. ഡ്രോ എ റെക്ടാങ്കിൾ having sides 6 and 3 cm and draw another rectangle in the same area of which one side must be 5 cm. മീഡിയം ഇംഗ്ലീഷ് എഴുതിയെടുക്കുക കേട്ടോ. 6 cm and 3 cm.
വശങ്ങൾ മലയാളം മീഡിയംകാരെന്ത് എഴുതി? വശങ്ങൾ 6 ഉം 3 സെന്റിമീറ്റർ വീതമായ ചതുരം വരച്ച് അതേ പരപ്പളവിൽ ഒരു വശം 5 സെന്റിമീറ്റർ ആയ മറ്റൊരു ചതുരം നിർമ്മിക്കുക. കഴിഞ്ഞ നമ്മൾ ഒരുമിച്ച് വരയ്ക്കാണ് കേട്ടാ. എഴുതി കഴിഞ്ഞെങ്കിൽ തയ്യാറായിക്കോളൂ. ആദ്യം നമ്മൾ വശങ്ങൾ 6 ഉം 3 സെന്റിമീറ്റർ ആയ ചതുരം വരയ്ക്കണം. ഒരു പേജ് എടുത്തിട്ട് അതിന്റെ നടുക്കിൽ തന്നെ വരയ്ക്കാം കേട്ടോ. അത് ഒരു തലക്കിലൊന്നും കൊണ്ടുപോയി വരയ്ക്കരുത് കേട്ടോ. ഒരു പേജ് എടുത്ത് അതിന്റെ നടുക്കിൽ തന്നെ വരയ്ക്കാം. വശങ്ങൾ എത്രയാ? 6 ഉം 3 സെന്റിമീറ്റർ ആയ ചതുരം ഒരു പേജിന്റെ നടുക്കിൽ തന്നെ വരയ്ക്കാം. നമുക്ക് സ്ഥലം വേണ്ടി വരും, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ അതേ നടുക്കിൽ തന്നെ വരച്ചു. 6 സെന്റിമീറ്റർ നീളം. ഇത് വരയ്ക്കാറില്ലല്ലോ അല്ലേ? സബ് സ്ക്വയർ ഒക്കെ വെച്ച് വരച്ചോളില്ലേ? സബ് സ്ക്വയർ പ്രൊട്രാക്ടർ 5 വെച്ച് വരയ്ക്കാം. എന്റെ കയ്യിലുള്ള സബ് സ്ക്വയർ വെച്ച് വരയ്ക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടാവും. നോക്കുക. അപ്പോ പ്രൊട്രാക്ടർ വെച്ച് വരച്ചാലും മതി കേട്ടാ. അപ്പൊ 6 സെന്റിമീറ്റർ നീളം, 3 സെന്റിമീറ്റർ വീതി, കറക്റ്റ് ഇതിന്റെ ഇരട്ടി വരും. ഏകദേശം ഞാൻ വരച്ചു. ഇങ്ങനെ വരച്ചാ ഇത് 3, ഇത് 6, ഇങ്ങനെ എഴുതി. ഇത് 6, ഇത് 3. ഓക്കെ, എല്ലാവരും വരച്ചു കഴിഞ്ഞാ? ഇനി എന്താ ചെയ്യാൻ പോണെന്ന് ചോദിച്ചാൽ, ഈ 6 സെന്റിമീറ്റർ നീളത്തിലുള്ള വര ഞാൻ ഇങ്ങനെ നീട്ടി വരയ്ക്കുക. എത്ര നീട്ടുന്നു? 3 സെന്റിമീറ്റർ. അതായത് ഈ 3 ഇങ്ങോട്ട് നീട്ടി കണ്ടാ. സ്ട്രൈറ്റ് ആയിട്ടാ സ്കെയിൽ വെച്ചിട്ട്. അതായത് ഈ 6 സെന്റിമീറ്റർ കറക്റ്റ് ഇങ്ങനെ സ്കെയിൽ വെക്കുക. വളയരുത് വര. ഇതുമെന്നല്ല വരയ്ക്കുമ്പോ എപ്പോഴും ആദ്യം വരച്ച വരയോട് ജോയിൻ ചെയ്തിട്ട് അതിനോട് നീട്ടി വരയ്ക്കണം. എന്താ ഇങ്ങനെ വരയ്ക്കാം. സ്ട്രൈറ്റ് ആയിട്ട് കിട്ടും. ഇതേ നീളം തന്നെ ഇങ്ങോട്ട് വരണം. 3 സെന്റിമീറ്റർ എടുക്കുക. വരച്ചാ? ഇനി ഈ പോയിന്റും ഒന്ന് വട്ടത്തിന്റെ ഉള്ളിലാക്കി വെക്കും. കാരണം അത് നമുക്ക് വേണ്ട പോയിന്റാണ്. അത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് രണ്ടും പെൻസിൽ കൊണ്ടൊന്ന് ഒരു കുത്തിട്ടിട്ട് ഒരു പോയിന്റ് സ്പോട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ട് വട്ടം വരച്ചു. ഇനി നമുക്ക് ത്രികോണമല്ലേ വരയ്ക്കേണ്ടത്? നേരത്തെ പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ, ത്രികോണാക്കണം. അപ്പൊ അതിന് 3ാമത്തെ പോയിന്റ് വേണം. അതെന്ത് ചെയ്യും? ഇതിന്ന് 5 സെന്റിമീറ്റർ താഴത്തേക്ക് അല്ലേ? ഇതിന്ന് 5 സെന്റിമീറ്റർ താഴത്തേക്ക്. അപ്പൊ 5 എന്നിവിടെ എഴുതിട്ടാ. പഠിച്ചാ? ഇനി അപ്പൊ ഈ 3 പോയിന്റുകളിലൂടെ കടന്നു പോകുന്ന വൃത്തം വരയ്ക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ 3 പോയിന്റുകളെയും ചേർത്ത് ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കും. അപ്പൊ ഈ ട്രയാങ്കിൾ ഒന്നും നമുക്ക് ആവശ്യമില്ലാത്തതാ. ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ വരയ്ക്കുമ്പോൾ ഏറ്റവും നല്ലത് എപ്പോഴും എന്ത് വരയ്ക്കുക? ഡോട്ടഡ് ലൈൻ ഉപയോഗിക്കുക. അല്ലെങ്കിൽ അതൊക്കെ ഇങ്ങനെ കറപ്പിച്ച് ഇങ്ങനെ കിടക്കും കേട്ടാ. ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വരയ്ക്കാം. കണ്ടാ? വെച്ചിട്ട് കണ്ടില്ലേ? അതേപോലെ ഇവിടെ അതെ.
ഡോട്ടഡ് ലൈൻ ഞാനിങ്ങനെ വരയ്ക്കും. ഡോട്ടഡ് ലൈൻ വരച്ചില്ലെങ്കിൽ അത് നമുക്ക് നമ്മുടെ ശ്രദ്ധ മാറിപ്പോവും. നമ്മുടെ ശ്രദ്ധ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വരയ്ക്കാൻ പറയുന്നത്. വരച്ചോ? ഇനി നമ്മള് ഈ രണ്ട് വരകളുടെയും പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ് വരയ്ക്കാൻ പോണത്, മധ്യലംബങ്ങൾ. അപ്പൊ മധ്യലംബങ്ങൾ വരയ്ക്കുമ്പോ ഒരു വരയുടെ മധ്യലംബം വരയ്ക്കുമ്പോ ഞാൻ ഒന്ന് പറയാട്ടോ, ഒരു മിനിറ്റ്. ഒരു വരയുടെ മധ്യലംബം വരയ്ക്കുമ്പോ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, കോമ്പസിന്റെ മോനെ ഒരു ഭാഗത്ത് കുത്തുന്നു, ഒരു ചാവ് ഇങ്ങനെ വരയ്ക്കുന്നു, അല്ലേ, അത് ഇങ്ങോട്ട് വരയ്ക്കുന്നു, പിന്നെ മറിച്ച് വയ്ക്കുന്നു, ഇങ്ങനെ വരയ്ക്കുന്നു, ഇങ്ങനെ വരയ്ക്കുന്നു, ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഇന്നലെ വരയ്ക്കുക. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോണത്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ എപ്പോഴും വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കോമ്പസിന്റെ മോനെ ഇവിടെ കുത്തിയിട്ട് ഇത് ഇവിടെ കുത്തിയിട്ട് അപ്പൊ തന്നെ അപ്പുറത്ത് കുത്തിയിട്ട് കണ്ട ഒരു സൈഡ് ആദ്യം ചെയ്യാം, പിന്നെ രണ്ടാമത്തെ സൈഡ് വേറെ ചെയ്യാം. അപ്പൊ രണ്ടാമത്തെ സൈഡ് ചെയ്യുമ്പോൾ അളവ് മാറിയാലും കുഴപ്പമില്ല. കേൾക്കണ്ട? ഈ സൈഡില് ഈ രണ്ട് ചാവ് ഒരേ അളവാവണം. രണ്ടാമത്തെ സൈഡ് മാറ്റുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സൗകര്യാർത്ഥം നീളം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പൊ ഞാൻ വേണമെങ്കിൽ കണ്ട ഇങ്ങനെയാക്കാം, എന്നിട്ട് ഇവിടെ കുത്തിയിട്ട് ഇങ്ങനെയാക്കാം. കണ്ട, നീളം വല്ലാതെ കൂടരുത് കേട്ടോ. വല്ലാതെ കൂടിയത് ഇങ്ങനെ ഈ പോയിന്റ് ഇങ്ങനെ സ്പ്രെഡ് ആവും. പോയിന്റ് സ്പ്രെഡ് ആവുമ്പോൾ നമുക്ക് കറക്റ്റ് പോയിന്റ് കിട്ടില്ല. അതുകൊണ്ട് നീളം വല്ലാതെ കൂടരുത്. ഞാൻ നീളം കൂട്ടി വരയ്ക്കാൻ പറഞ്ഞെന്താ വെച്ചാൽ ഇതിന്റെ ഇടയിലൊക്കെ വന്നിട്ട് പോയിന്റ് വന്ന ആകെ വൃത്തികേടാവും. അതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയണത്. മനസ്സിലാവണ്ട? ചിത്രം വരയ്ക്കുമ്പോൾ ഒരു ഭംഗി കിട്ടണ്ട, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയണത്. അപ്പൊ ഇനി ചിത്രത്തിൽ വരയ്ക്കാം നമുക്ക്. അപ്പൊ ഈ വരയുടെയാണ് നമ്മൾ ആദ്യം വരയ്ക്കണത് കേട്ടാ. ഈ വരയുടെ കേട്ടാ, ഈ വരയുടെ കേൾക്കണ്ട, അതിന് പേര് കൊടുക്കണം. ABCD അങ്ങനെ കൊടുക്കണം, ABC എന്ന് കൊടുക്കണം. അപ്പൊ ഇത് A കൊടുത്തു, ഇത് B കൊടുത്തു, ഇത് C കൊടുത്തു. ഞാൻ പോയിന്റ് അറിയാൻ വേണ്ടി ആദ്യം ABD ആണ് വരയ്ക്കുന്നത്. ABയുടെ വരയ്ക്കുമ്പോൾ കോമ്പസിന്റെ മോനെ ഇവിടെ കുത്തിയിട്ട് പരമാവധി അടുപ്പിച്ച് തന്നെ ഞാൻ കോമ്പസിന്റെ മോനെ ഇവിടെ കുത്തി, ഇത് വരച്ച വഴിക്ക് തിരിച്ചു ഇവിടെ കുത്തി, എന്നിട്ട് ഇങ്ങനെ വരച്ചു. വേണ്ട, അപ്പൊ ഈ പോയിന്റ് കിട്ടി. അത് വരയ്ക്കും. അല്ല, ഇത് വരച്ചു കഴിഞ്ഞാൽ അടുത്തത് അതേ അളവെടുത്ത ചിലപ്പോൾ ഇവിടേക്ക് ആവും വരിക ചാപം കേട്ടാ. അപ്പൊ അതേ അളവെടുക്കാതെ ഇതൊന്ന് പുറത്തേക്ക് ആക്കാൻ നോക്കുക പരമാവധി. കോമ്പസിന്റെ മന അവിടെ കുത്തി തിരി നീട്ടിയിട്ട് നമ്മൾ ഇവിടെ എടുത്തു. അത് അളവ് മാറരുത് കേട്ടാ. ഇവിടെ വരച്ച ഉടനെ തന്നെ കോമ്പസിന്റെ മന ഇവിടെ കുത്തണം. അളവ് മാറാതെ കണ്ട ഇങ്ങനെ വരയ്ക്കണം കേട്ടാ. അത് വരച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? സ്കെയിൽ വെക്കുന്നു. രണ്ട് ഡോട്ടുകളെയും സ്കെയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എങ്ങനെയാ? ഈ വരയും നമുക്ക് ചോദ്യത്തിന്റെ ഉത്തരമല്ല, അതുകൊണ്ട് ഇതും നമ്മൾ ഡോട്ട് ഇട്ടിട്ട് വരയ്ക്കുന്നു. ഡോട്ട് ഇട്ടിട്ട് വരയ്ക്കുന്നു. വരച്ച ഇനി ഇതിന്റെയാണ് വരയ്ക്കേണ്ടത്. ഇതിന്റെ വരയ്ക്കുമ്പോൾ ഇപ്പുറത്തുള്ള അടുപ്പിച്ച് വരയ്ക്കാം അല്ലെ. ഇപ്പുറത്തുള്ള അടുപ്പിച്ച് വരച്ചു കോമ്പസിന്റെ, അതായത് BCയുടെ. അപ്പൊ ബിയിൽ നിന്ന് വേണ്ട ഇങ്ങനെ വരച്ചു, സിയിൽ നിന്ന് അതേ അളവ് കോമ്പസ് തിരിച്ചു കുത്തിയിട്ട് ഇങ്ങനെ വരച്ച. ഇനി അടുത്ത ചാപം വരയ്ക്കുമ്പോ പരമാവധി ഇതിന്റെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ നല്ലത്. ഇനിയിപ്പോ സ്ഥലം ഇല്ലെങ്കിൽ ഇത് ഇവിടെ എവിടെയെങ്കിലും ആക്കിയ കേട്ടാ. കോമ്പസിന്റെ മനോട് കുത്തി ഞാൻ പരമാവധി ഞാൻ പുറത്തേക്ക് ആക്കുകയാണ്. ഇങ്ങനെയാക്കി ഇനി സ്കെയിൽ ഇതാ ഇങ്ങനെ വയ്ക്കുന്നു. എന്നിട്ട് ഡോട്ട് ഇട്ടുള്ള വര വരച്ചിട്ട് ഇതാ നേരത്തെ വരച്ച വരയുടെ അവിടെ എത്തുമ്പോ കറക്റ്റ് ആയിട്ട് അതുമ്പോ ഒരു വര വരയ്ക്കണം കേട്ടാ. ആ പോയിന്റ് കിട്ടാൻ വേണ്ടിട്ടാ കണ്ടാ. അതായത് ഇതാ ഈ വര ഒന്ന് ഇങ്ങനെ വരയ്ക്കണം. ആ പോയിന്റ് ഇതാണ് നമ്മുടെ പോയിന്റ്, സർക്കിളിന്റെ സെന്റർ. അതായത് വരച്ചാ. ഇനി എന്താ ചെയ്യാ?
കോമ്പസ് എടുത്തിട്ട് ഇതാ ഇവിടെ കുത്തുന്നു. എന്നിട്ട് ഈ 3 ബിന്ദുക്കളിൽ ഏതെങ്കിലും ഒരു ബിന്ദുവിലേക്ക് കോമ്പസ് വലിക്കുന്നു. ഇതാ ഇവിടേക്ക് വലിച്ചു. ഇവിടേക്ക് വലിച്ചിട്ട് ഒറ്റ സർക്കിളാ വരയ്ക്കാൻ പാടുള്ളൂ കേട്ടോ, കറപ്പിക്കരുത്. നൈസായിട്ട് കേട്ടാ ഇങ്ങനെ വരയ്ക്കുമ്പോൾ മിക്കവാറും ഈ ഭാഗത്ത് എത്തുമ്പോൾ ഇത് അപ്പുറത്തേക്ക് കടക്കുക പതിവ്. 3നും കാട്ടും കൂടുതൽ വരണം കേട്ടാ. മിക്കവാറും ഇത് അപ്പുറത്തേക്ക് കടക്കും. ഇങ്ങനെയാവും പോവാ. നിങ്ങൾ വളയവും തരും. ഞാനിവിടെ കോമ്പസ് ഇല്ലാതെ വരയ്ക്കണ കാരണം ഞാൻ അങ്ങനെ കരുതി കൂട്ടി ചെയ്യണത് കേട്ടാ. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ വരയ്ക്കണം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് കിട്ടും അളവ്. നിങ്ങൾ കോമ്പസ് ഉപയോഗിച്ചിട്ടല്ല വരയ്ക്കണം. അപ്പൊ ഇങ്ങനെ പോകും. ഏകദേശം ഇങ്ങനെ വരും ചിത്രം. അങ്ങനെ വന്നിണ്ടാ? ഈ സർക്കിളും ഡോട്ട് ഇടുകയാണെങ്കിൽ നന്നായി. വേണ്ട, സർക്കിള് കറക്റ്റാ വരച്ചു. ഇനി എന്താ ചെയ്യാ? അപ്പോ ഇതാണ് പി. ഈ മൂലയാണ്, ഇതാണ് പി. കണ്ട, ഇതാണ് നമ്മുടെ പി. അപ്പൊ പി എ ഇൻറ്റു, ഒരു മിനിറ്റ്, ഇവിടെ ബി എന്ന് കൊടുക്കണം, ഇവിടെ സി എന്ന് കൊടുക്കണം. ഓക്കെ, ശരിയല്ലേ? പി എ ഇതാണ് എ ബി എന്ന് പറയുന്ന വരയത്. എ ബി ഇവിടെ സി. ഇത് കണ്ട, പി എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി. ഡി ആക്കാൻ എന്ത് ചെയ്യണം? ഈ വര അങ്ങോട്ട് കണ്ട മുകളിലേക്ക് മുട്ടിച്ച് വരും. അപ്പൊ എന്തായി? അത് ഡി ആയി. ഇത് ഡി ആയി. ഇനി എന്താ ചെയ്യാ? ഈ ഡി എന്ന് പറയുന്നത് കോമ്പസിൽ എടുക്കുക. എന്നിട്ട് അത് കൃത്യമായിട്ട് ഇതാ ഇതുമ്മ തന്നെ മാർക്ക് ചെയ്യുക. പുറത്തേക്ക് വേറെ കൊണ്ടുപോകണ്ട. അപ്പുറത്തേക്ക് ആക്കണ്ട, ഉള്ളിൽ തന്നെ ആക്കിപ്പോ. അപ്പുറത്തേക്ക് ആക്കിയാൽ പിന്നെ ഈ വര നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് കാണും. അപ്പൊ ഇത് കോമ്പസ് കണ്ട, കോമ്പസ് ഇതിങ്ങനെ ഇടുമ്പോഴേ കോമ്പസ് ഇങ്ങനെ കുത്തിയിട്ട് ഇതാ ഇങ്ങനെ 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 വേണമെങ്കിൽ ഇങ്ങനെ വരച്ചിട്ട് ഇതാണ്ട ഇങ്ങനെയാക്കാം. അപ്പൊ നിങ്ങൾക്ക് പിന്നീട് നോക്കുമ്പോൾ അതിന്റെ ആശയം നമുക്ക് മനസ്സിലാവും. ഈ വര വന്നത് എങ്ങനെയാ? കോമ്പസിന്റെ മുന ഇവിടെ കുത്തിയിട്ട് ഇതിങ്ങനെ വട്ടം കറക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് മുട്ടിച്ചതാ. കണ്ട? ഇനി എന്താ ചെയ്യുക? ഇനി നേരത്തെ വരച്ചതുപോലെ ഇപ്പൊ വീതി നീളം കിട്ടി. കണ്ട, ഇത് നീളം, ഇത് വീതി. ഇതിന്റെ അളവ് അറിയില്ല, എഴുതണ്ട. അപ്പോ എന്നിട്ട് ഇതെന്ത് ചെയ്യും? അപ്പൊ ഈ 6 എന്നുള്ളത് അപ്പുറത്തേക്ക് എഴുതിയിട്ടല്ല, 6, 3 ഒക്കെ അപ്പുറത്തേക്ക് എഴുതി. എന്നിട്ട് ഈ നീളം തന്നെ ഇവിടെ എടുത്തു, ഈ നീളം ഇവിടെ എടുത്തു. കണ്ട, ഏകദേശം ഇങ്ങനെ വരും. എന്നിട്ട് അതെന്ത് ചെയ്യുക? അത് പതുക്കെ ഷെയ്ഡ് ചെയ്യുക പെൻസിൽ കൊണ്ട്. കിട്ടിയിട്ടുണ്ട് അങ്ങനെ ചിത്രം? കിട്ടിയാ? ഓക്കെ, പറയാൻ പോവാണ്. പരപ്പളവ് 24 ചതുരശ്ര സെന്റിമീറ്റർ ആകുന്ന വിധത്തിൽ, പരപ്പളവ് 24 ചതുരശ്ര സെന്റിമീറ്ററും പരപ്പളവ് 24 ചതുരശ്ര സെന്റിമീറ്ററും ഒരു വശം എത്രയാ? 7 സെന്റിമീറ്ററും ആകുന്ന വിധത്തിൽ, ഒരു വശം 7 സെന്റിമീറ്ററും ആകുന്ന വിധത്തിൽ ഒരു ചതുരം നിർമ്മിക്കുക. ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡ്രോ എ റെക്ടാങ്കിൾ ഓഫ് വിച്ച് ഏരിയ ഈസ് 24 cm square, of which area is 24 cm square and one side is 7 cm. മനസ്സിലായോ? അതായത് ഡ്രോ എ റെക്ടാങ്കിൾ having area 24 cm square and one side 7 cm. ഇതാണ് വരയ്ക്കാൻ പറ്റും. വരയ്ക്കാൻ പറ്റുമോ? ഇപ്പൊ നേരത്തെ ഞാൻ ചതുരം വരയ്ക്കുമ്പോൾ ആദ്യം ആ ചതുരത്തിന്റെ വശങ്ങൾ
ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, ഒന്ന് 6 മറ്റത് 3 എന്ന് പറഞ്ഞു അല്ലേ? ഇവിടെ അങ്ങനെ ഒരു ചതുരത്തിന്റെ വശങ്ങൾ തന്നിട്ടുണ്ടോ? ഇല്ല. പകരം എന്താന്നുള്ള ചതുരത്തിന്റെ ഏരിയ തന്നിട്ടുണ്ട്, എത്ര? 24. അപ്പൊ ഏരിയ 24 വരുന്ന വിധത്തിൽ നിങ്ങൾക്ക് ചതുരം നിർമ്മിക്കാൻ പറ്റില്ലേ? അതായത് ആ ചതുരത്തിന്റെ വശങ്ങൾ നിങ്ങളാണ് തീരുമാനിക്കുക. ഏരിയ എത്രയാണോ 24 ആവണം. അപ്പൊ നിങ്ങൾ വരയ്ക്കാൻ പോകുന്ന ചതുരത്തിന്റെ സൈഡ്സ് എത്രയായിരിക്കും? 6x4 എടുക്കാം, അല്ലെങ്കിൽ 3x8 എടുക്കാം. 2 തരത്തിൽ വരയ്ക്കാം. വരച്ചൂടെ? 2x12 എടുക്കുക. പക്ഷെ 2x അങ്ങനെ വല്ലാതെ ചെറുതാവണ്ട കേട്ടോ. അപ്പൊ ഭയങ്കര നീളം കുറയും. അപ്പൊ ഏകദേശം അങ്ങോട്ടും കൂടെ ഒക്കെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന പോലത്തെയൊക്കെ വരയ്ക്കാൻ നല്ലത്. സർക്കിൾ അപ്പൊ ഭംഗിയിൽ കിട്ടും നമുക്ക്. 2x12 വരയ്ക്കാം, 1x24 വരയ്ക്കാലോ. മനസ്സിലായ? അപ്പൊ എന്ത് വേണമെങ്കിലും വരയ്ക്കാം. അപ്പൊ നമ്മൾ ഒന്നുകിൽ 6x4 എടുക്കുക, അല്ലെങ്കിൽ 8x3 എടുക്കുക കേട്ടോ. അതാണ് നല്ലത്. ഏതാ വരയ്ക്കണം നിങ്ങള്? 6x4. എല്ലാവരും അപ്പൊ 6ഉം 4ഉം വെച്ചിട്ട് വരയ്ക്കാം കേട്ടോ. അപ്പൊ ഈ 6ഉം 4ഉം നമ്മളാണ് കണക്കാക്കുന്നത്. അത് മനസ്സിലാക്കുക കേട്ടോ, അറിയാത്തത്. ഓക്കെ. അപ്പൊ അത് വരച്ചു കഴിഞ്ഞാൽ പറയണം കേട്ടോ. കംപ്ലീറ്റ് വരച്ചു കഴിഞ്ഞാൽ പറയണം. ഷോർട്ട് കട്ടിലൂടെ അവസാന ഭാഗത്താണ് ഇപ്പൊ നിൽക്കണം നമ്മള്. കാരണം ഈ ഭാഗത്തുനിന്ന് ഞാൻ ചിത്രങ്ങൾ വരയ്ക്കാനുള്ളത് വരും പരീക്ഷയ്ക്ക് കേട്ടോ. അപ്പോ 24 ചതുരശ്ര സെന്റിമീറ്റർ ഏരിയ വരുന്ന വിധത്തിൽ സ്ക്വയർ വരയ്ക്കാൻ പറയുമ്പോൾ അതിന്റെ അർത്ഥം ഈ സ്ക്വയറിന്റെ ഏരിയ 24 ആവണമെങ്കിൽ, അതായത് ഈ 2 സൈഡും തമ്മിൽ ഗുണിച്ചാൽ എന്ത് കിട്ടണം? 24 കിട്ടണം. അതായത് ഒരു സൈഡ് എ ആണെങ്കിൽ എല്ലാ സൈഡും എ, അതാണല്ലോ സ്ക്വയർ. അതായത് a സ്ക്വയർ എന്ന് പറയുന്നത് 24 ആവണം. അപ്പൊ എ എന്താണെന്ന് ചോദിച്ചാൽ റൂട്ട് 24. 24 റൂട്ടുണ്ടോ? 24 റൂട്ടില്ല. അതായത് നമുക്ക് ഈ സ്ക്വയറിന്റെ സൈഡുകളൊക്കെ റൂട്ട് 24 ആവണം. റൂട്ട് 24 ആവാൻ എന്താണ് മാർഗം? നമ്മളിപ്പോ പഠിച്ച ചിത്രത്തിൽ അതിനുള്ള മാർഗമുണ്ട്. ഞാൻ കാണിച്ചു തരാം, ശ്രദ്ധിക്കുക. അതായത് വൃത്തം വരച്ചു. ഈ വൃത്തത്തിന്റെ വ്യാസം നോക്കുക. ഞാൻ 10 സെന്റിമീറ്റർ ആണ് ഇട്ടത്. 10 സെന്റിമീറ്റർ വ്യാസം എത്ര എടുത്തു? 10. ഇതെന്തിനാ വ്യാസം അഥവാ ഡയാമീറ്റർ 10 സെന്റിമീറ്റർ എടുത്തെന്നറിയോ? 10 സെന്റിമീറ്ററിനെ നമ്മളിങ്ങനെ മുറിച്ചാൽ ഇതാ 6ഉം 4ഉമായിട്ട് നമുക്ക് മുറിക്കാം. കണ്ട, 10നെ നമുക്ക് എത്രയായിട്ട് മുറിക്കാം? 6ഉം 4ഉം ആയിട്ട് മുറിച്ചാൽ, ശ്രദ്ധിക്കുക, 6x4 24 ആണല്ലോ. ഇനി ഈ 6ഉം 4ഉമായിട്ട് മുറിക്കുന്ന ഈ ബിന്ദുവിൽ നിന്ന് കുത്തനെ ഒരു വര ഇങ്ങോട്ട് വരച്ചാൽ, ഇത് ഡയാമീറ്റർ ആണ് കേട്ടോ, ശ്രദ്ധിക്കുക. കുത്തനെ, അതായത് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചാൽ, അപ്പൊ ഡയാമീറ്റർ എന്ന് പറയുന്നത് സെന്റർ എന്നാ പോണത്. അപ്പൊ ഈ 2 സൈഡ് ഈക്വൽ ആവില്ലേ? അപ്പൊ ഈ 2 സൈഡും ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത് രണ്ടും തമ്മിൽ ഗുണിച്ചാൽ 24 കിട്ടണം. അതായത് ഇതിപ്പോ പി ആണെങ്കിൽ, ഇത് എ ആണെങ്കിൽ, ഇത് ബി ആണെങ്കിൽ, ഇത് സിയും ഇത് ഡിയും ആണെങ്കിൽ പി എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി. അങ്ങനെയല്ലേ ഇപ്പൊ നമ്മൾ പഠിച്ചുള്ളത്. ഇത് സെന്ററിൽ നിന്നുള്ള വര പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ഈ 2 സൈഡ് ഈക്വലാ. അതായത് പി സി എന്താണോ അത് തന്നെയാണ് പി ഡി. അതായത് പി സി എന്ന് പറയുന്നത് എ ആണെങ്കിൽ, സ്മോൾ ലെറ്റർ എ ആണെങ്കിൽ, അല്ലെങ്കിൽ എക്സ് ആണെങ്കിൽ, പി ഡിയും തന്നെയാ എക്സ് തന്നെയല്ലേ. അപ്പോ 6x4 എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു എക്സ് അല്ലേ. അതായത് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 24 കണ്ട. ഇവിടെ ഞാൻ എ സ്ക്വയർ എന്നാ കൊടുത്തത്. എ സ്ക്വയറിന് പകരം ഇവിടെ എന്തായിരുന്നു മാത്രം? എക്സ് സ്ക്വയർ. അപ്പോ ഈ എക്സ് എന്ന് പറയുന്നത് എന്താ? അത് റൂട്ട് 24 ആണ്. അതാണ് റൂട്ട് 24. ശരിയല്ലേ? ആശയം മനസ്സിലായില്ലേ? ചുരുക്കം പറഞ്ഞാൽ ഈ എക്സ് എത്രയാണോ, അതായത് ഇത് റൂട്ട് 24 എന്ന് പറഞ്ഞു, ഇത് റൂട്ട് 24. അപ്പൊ ഇത് റൂട്ട് 24 ആണെങ്കിൽ
ഇതേ നീളം, ഇത് അളക്കാനൊന്നും പോണ്ട, ഇത് സ്കെയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതേ നീളം, അതായത് കോമ്പസ് വെച്ചിട്ട് ഇതേ നീളം ദാ ഇവിടെ എടുക്കുന്നു കണ്ടാ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്നു, എന്നിട്ട് ഈ നീളം തന്നെ ഉയരം മുകളിലേക്ക് എടുക്കുന്നു, എന്നിട്ട് ഇങ്ങനെ യോജിപ്പിച്ചാൽ കണ്ടാ, ഇങ്ങനെ ഷെയ്ഡ് ചെയ്താൽ ഇതെന്തായിരിക്കും? ശരിയല്ലേ? മനസ്സിലായ? പറഞ്ഞു മനസ്സിലായ? അപ്പൊ നേരത്തെ വരച്ചതിനും കാട്ടി എളുപ്പമായില്ലേ ഇപ്പൊ ഇത്? നേരത്തെ വരച്ച പോലെ 6ഉം 4 ഇങ്ങനെ ചതുരൊന്നും വരയ്ക്കണ്ട, നേരെ 6ഉം 4 ഇങ്ങനെ നീട്ടിയ പോരെ. ഇതേ നമ്മളിനി ശരിക്കും പറയാൻ പോണുള്ളൂ. ഞാനിപ്പോ ആശയം പറയാണ്, ആശയാണ് ഇപ്പൊ പറഞ്ഞത്. അതായത് ഏരിയ 24 ആവണമെങ്കിൽ 2 വശങ്ങൾ തമ്മിൽ ഗുണിച്ചാൽ, അതായത് ഒരേ അളവ് ഉള്ള ആയിരിക്കണം, വശങ്ങളായിരിക്കണം. അപ്പൊ അത് കിട്ടാനുള്ള ഒരു എളുപ്പപ്പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ 24ന്റെ ഫാക്ടേഴ്സ് നമ്മൾ ആദ്യം എടുക്കുക. 24ന്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ 10 എടുത്തത് എങ്ങനെയാന്ന് ചോദിച്ചാൽ 24ന്റെ ഫാക്ടേഴ്സ് ആയിട്ടുള്ള 6ഉം 4ആണ് എടുത്തത്. 24ന്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 1 × 24 24, 2 × 12 24, 3 × 8 24, 4 × 6 24. ഇതൊക്കെ 24ന്റെ ഫാക്ടേഴ്സാ. ഏത് വേണമെങ്കിലും എടുക്കാം. ഞാൻ 4ഉം 6ഉം വെച്ചിട്ടാണ് ചെയ്തത്. അതിന് പകരം വേണമെങ്കിൽ എന്ത് ചെയ്യാം, 3ഉം 8ഉം വെച്ചെടുക്കാം. അതായത് 3ഉം 8ഉം എത്രയാ? 11 അല്ലേ? 11 സെന്റിമീറ്റർ എടുക്കുന്നു. എന്നിട്ട് ഇത് ഡയാമീറ്റർ ആയിട്ട് സർക്കിൾ വരയ്ക്കുന്നു. ഇത് ഡയാമീറ്റർ എന്ന് പറയുമ്പോൾ ഇതിന്റെ കേന്ദ്രം എടുക്കണം. ഇതിന്റെ കേന്ദ്രം എന്ന് പറയുമ്പോൾ 5.5 വരിക. ശരിയല്ലേ? 5.5 വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു വൃത്തം വരയ്ക്കുന്നു. കണ്ടാ, ഡയാമീറ്റർ കണ്ടാ. എന്നിട്ട് ഇത് ഞാൻ എന്ന് കൊടുത്തു, ഇത് ബി എന്ന് കൊടുത്തു. ഇനിയോ ശ്രദ്ധിച്ച്, ഇനി അടുത്തത് എന്താ കണ്ട, ഇത് 8 സെന്റിമീറ്ററിൽ ഒരു പോയിന്റ് കണ്ട മാർക്ക് ചെയ്തു. കണ്ട, 8ലൊരു പോയിന്റ് മാർക്ക് ചെയ്തു. കണ്ട, ഇവിടെ നിങ്ങളുടെ എത്രയാ? 3. അപ്പൊ 8 3 11 കണ്ട, അങ്ങനെയാണ് 11 കിട്ടിയത്. എന്നിട്ട് ഞാൻ കറക്റ്റ് സെറ്റ് സ്ക്വയർ അല്ലെങ്കിൽ പ്രൊട്രാക്ടർ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ നേരെ വരയ്ക്കുന്നു. നേരെ വരച്ചാൽ ഇത് പെർപെൻഡിക്കുലർ ആയി. അപ്പൊ ഇത് രണ്ടും നമ്മൾ പഠിച്ച നിയമം അനുസരിച്ച്, ഇപ്പൊ ഇത് പി ആണെങ്കിൽ ഇത് സിയും ഇത് ഡിയും എടുത്താൽ പി സി ഇൻറ്റു പി ഡി സമം പി എ ഇൻറ്റു പി ബി അല്ലേ? ഇപ്പൊ വേണമെങ്കിൽ നേരത്തെ വരച്ച പോലെയൊക്കെ വരയ്ക്കാട്ടാ. നേരത്തെ വരച്ച പോലെയൊക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ചതുരം വരയ്ക്കുന്നു. അപ്പൊ വളഞ്ഞ വഴിയാണത്. 8 3 എന്നിട്ട് ഇത് ഇങ്ങോട്ട് നീട്ടുന്നു. പിന്നെ ഈ സൈഡ് ഇത് എത്ര നീട്ടുണ്ടെന്ന് അറിയില്ല. അപ്പൊ ഇതിന്റെ സെന്റർ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ഇങ്ങനെ വൃത്തം വരയ്ക്കുന്നു. ഇങ്ങനെയൊക്കെ പറയാം. എന്നിട്ട് ഇത് ഇങ്ങനെ ഇങ്ങോട്ട് നീട്ടുന്നു. കണ്ടാ, നേരത്തെ വരച്ച പോലെയും വരയ്ക്കാം. അതിന്റെ ആവശ്യമുണ്ടാ? കണ്ടാ, അപ്പൊ നമ്മളിതാ ഇങ്ങനെ വരച്ചു. എന്നിട്ട് ശ്രദ്ധിക്കൂ, ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് തരാട്ടാ. നിങ്ങൾക്ക് ഇത് വരയ്ക്കാൻ അറിയില്ലെങ്കിൽ ഇത് നോക്കി വരയ്ക്കണം കേട്ടാ. എങ്ങനെയെങ്കിലും ഇത് വരച്ചെനിക്ക് നാളത്തേക്ക് മുന്നേ ചിത്രം എനിക്ക് വാട്സാപ്പിൽ അയക്കണം കേട്ടാ. അതായത് ഇതിന്റെ മുന്നത്തെ ഒക്കെ ഈ വീഡിയോ വരയ്ക്കണ കണക്കുകളെ നന്നായിട്ട് വൃത്തിയായിട്ട് വരയ്ക്കണം. അപ്പൊ ദാ ഇങ്ങനെ വരച്ചു. അപ്പൊ ഇങ്ങനെ വരയ്ക്കുമ്പോൾ 9ാം ക്ലാസ്സിൽ പഠിച്ച നിയമം അനുസരിച്ച് ദ പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ടു എ കോഡ് വിൽ ബൈസെക്ട് ദ കോഡ് എന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് ഇത് രണ്ടും സെയിം ആണെന്ന്. 8 3 24 ആണെങ്കിൽ ഇത് രണ്ടും നമ്മൾ ഗുണിച്ചാൽ പി എ പി സി ഇൻറ്റു പി ഡിയും എത്ര? 24 ആണ്. അപ്പൊ ഇത് √24 കിട്ടുക. ഇത് √24 കണ്ട, ഇത് രണ്ടും √24 കിട്ടുക. കണ്ട, അപ്പൊ √24 കിട്ടിയ സ്ഥിതിക്ക് ഈ നീളം എത്രയാണോ അത് കോമ്പസിൽ എടുത്തിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തു. കണ്ട, ഇനി വീണ്ടും സെറ്റ് സ്ക്വയറോ പ്രൊട്രാക്ടറോ വെച്ചിട്ട് ഇവിടുന്ന് കുത്തനെ വരയ്ക്കുന്നു. കണ്ട, 90 ഡിഗ്രി. ഇനി ഇവിടുന്ന് കുത്തനെ ഇവിടുന്ന് വരയ്ക്കുന്നു കുത്തനെ. അപ്പൊ ഇത് രണ്ടും തമ്മിൽ ഇങ്ങനെ കൂട്ടിമുട്ടും. കണ്ട, അപ്പൊ ഇത് 24 ആണ്, ഇത് √24 ആണ്, ഇത് √24 ആണ്. കണ്ട, ഇതൊക്കെ √24. അപ്പൊ ഇതെന്തായി? സമചതുരായി. അപ്പൊ ഇത് നമ്മളിങ്ങനെ ഷെയ്ഡ് ചെയ്യും. സിമ്പിൾ പരിപാടി അല്ലേ ഇത്? വരയ്ക്കാൻ പറ്റുമോ? ഒരുമിച്ച് വരയ്ക്കണം നമ്മള്. അതായത് ഇതൊക്കെ ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടാ. ഇവിടെ കണ്ട, ഈ ഫാക്ടേഴ്സിൽ നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്തു. നമ്മളിവിടെ സെലക്ട് ചെയ്ത്, ഞാൻ നേരത്തെ സെലക്ട് ചെയ്ത് 4 × 6 ആയിരുന്നു. ഇപ്പൊ സെലക്ട് ചെയ്ത് ഏതാ?
8 into 3 ട്ടാ. അപ്പുറത്തും ഇപ്പുറത്ത് ഏകദേശം ഇത്തിരി ഗ്യാപ്പ് വരണം, അപ്പോഴേ നമുക്ക് വരയ്ക്കുമ്പോ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. 1:24 ഒന്നും എടുക്കരുത് കേട്ടാ, ഭയങ്കര ചെറുതായി പോവാ. അപ്പൊ ചെയ്യാൻ പറ്റില്ലേ? അത് ചെയ്യൂട്ടാ.